ഇന്നലെ രാത്രിയോടെയാണ് ബി.ജെ.പിയുടെയും ആർ.എസ്.എസിന്റെയും സംസ്ഥാന നേതാക്കൾ സമവായ ശ്രമവുമായി രംഗത്തെത്തിയത്. ചെറുവാഞ്ചേരിയിലുള്ള വിമത നേതാവ് എ. അശോകന്റെ വീട്ടിലെത്തിയാണ് ബി.ജെ.പി നേതാക്കളായ പി.കെ. കൃഷ്ണദാസ്, കെ. സുരേന്ദ്രൻ, ആർ.എസ്.എസ് നേതാവ് സുദർശൻ തുടങ്ങിയവർ സമവായ ചർച്ച നടത്തിയത്. ഒ.കെ. വാസു മാസ്റ്റർ, എ. അശോകൻ എന്നിവർ കൂടാതെ വിമത വിഭാഗത്തിലെ മറ്റു പ്രമുഖ നേതാക്കളുമായും ഇവർ ചർച്ച നടത്തി. ബി.ജെ.പിയിൽ നിലവിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നും സി.പി.എമ്മിലേക്ക് പോകാനുള്ള നീക്കത്തിൽ നിന്ന് പിന്തിരിയണമെന്നുമായിരുന്നു നേതാക്കളുടെ നിർദ്ദേശം. എന്നാൽ വിമത നേതാക്കൾ ഈ ആവശ്യം തള്ളിക്കളഞ്ഞു. നേതാക്കൾ ചർച്ചയ്ക്കെത്തിയ വിവരം എ. അശോകൻ മീഡിയ വണ്ണിനോട് സ്ഥിരീകരിച്ചു. അവർ ഈ ബി.ജെ.പിക്കകത്തുണ്ട ഇന്നുണ്ടായിട്ടുള്ള വിഷയങ്ങൾ പൂർണ്ണമായി പരിഹരിച്ചുകൊണ്ട് ബി.ജെ.പിയിലേക്ക് തിരിച്ചു വരണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. തുടർന്ന് രാത്രി ഏറെ വൈകി ജയകൃഷ്ണൻ മാസ്റ്ററുടെ അമ്മ ഇതേ ആവശ്യമുന്നയിച്ച് വിമത നേതാക്കളെ കണ്ടിരുന്നു. എന്നാൽ ബി.ജെ.പി സംസ്ഥാന നേതൃത്വത്തിൽ നിന്നുള്ള ഈ നീക്കം സി.പി.എം കേന്ദ്രങ്ങളെ അമ്പരപ്പിച്ചിട്ടുണ്ട്. സി.പി.എം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ തന്നെ നേരിട്ടെത്തി നാളെ ഇവരെ പാർട്ടിയിലേക്ക് സ്വീകരിക്കാനിരിക്കെ വിമതരുടെ ഭാഗത്തുനിന്ന് മറിച്ചെന്തെങ്കിലും തീരുമാനമുണ്ടാവുമോ എന്നും സി.പി.എം ഭയപ്പെടുന്നു. ഇതിനെ തുടർന്ന് ചെറുവാഞ്ചേരിയിലുള്ള അശോകന്റെ വീട്ടിലും സെൻട്രൽ പൊയിലൂരിലുള്ള ഒ.കെ. വാസു മാസ്റ്ററുടെ വസതിക്കും സി.പി.എം പ്രവർത്തകർ ഇന്ന് രാവിലെ മുതൽ സംരക്ഷണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം. സുരേന്ദ്രൻ നേതൃത്വത്തിലാണ് വീടുകൾക്ക് സംരക്ഷണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതിനിടയിൽ പാനൂർ, പൊയിലൂർ മേഖലകളിൽ അക്രമമുണ്ടായേക്കുമെന്ന് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടുണ്ട്. ഇതേ തുടർന്ന് പ്രദേശത്ത് കനത്ത പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. മീഡിയ 1 കണ്ണൂർ.